ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് KKC ഗ്രോത്ത് ഇൻഡെക്സ് എന്ന പ്രോസസ്സിലേക്കാണ് വരുന്നത്. അതിനു മുൻപ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഏറ്റവും വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്? പറയാമോ? ചാറ്റിൽ എഴുതാം, അതല്ലെങ്കിൽ പറയാം. എത്ര പേർക്ക് ടെക്നോളജി അറിയാത്തത് ഒരു വലിയ വിഷയമായിട്ട് തോന്നുന്നുണ്ട്? ചാറ്റിൽ ഐ എന്നിട്ടാ മതി, ഐന്നോ അല്ലെങ്കിൽ വൈന്നോ. ടെക്നോളജി അറിയാത്തതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് തോന്നിയിട്ടുണ്ട്? ഹിബ, സക്കീന, അതായത് നേരത്തെ ചേച്ചി പറഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് ടെക്നോളജി അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, എത്ര പേർക്ക് ടെക്നോളജി പേടിയുണ്ട്? അതായത് ചെയ്താൽ തെറ്റുവോ? ഫേസ്ബുക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? വല്ല സ്കാമിൽ പെടുവോ? ആരെങ്കിലും നമ്മുടെ പൈസ നമുക്ക് അറിയാതെ പൈസ പോവോ? അങ്ങനെയൊക്കെയുള്ള പേടികളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സുശീല നായർ, ഹിബ, പേരറിയില്ല, വിവോ, ലത, സുധ, യെസ്, എല്ലാതും ഉണ്ട്. ആയിഷ, ഫബ്ന. അതായത് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അതിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ഞാനും നിങ്ങളും ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത് പോകാൻ തന്നെ പേടിയാണ്. കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടിൽ, അവരൊക്കെ എക്സ്പേർട്ടുകളായിരിക്കും, പക്ഷെ അവരോട് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റെസ്പോൺസ്? അവർ പറയും, അവർ ചെയ്തു തന്നിട്ട് പറയും, ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട, അതില് പ്രശ്നങ്ങളാണ്, അതിൽ അപകടമാണ്, ഇനി അതിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പോകണ്ട, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ട, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളാവും. അപ്പൊ പിന്നെ അതുകൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതല്ല സത്യം? സത്യം, യെസ്. ഗ്രോത്ത് ചെയ്യാൻ അറിയാം, പക്ഷെ ഗ്രോത്ത് ഇല്ല. ഓക്കെ, ചില ആളുകൾക്ക് അറിയാം, ടെക്നോളജി അറിയാം, പക്ഷെ അത് ഏതൊക്കെ ചെയ്താലാണ് നമുക്ക് എവിടെയൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, പരസ്യം കൊടുക്കണമെന്ന് അറിയാം. എത്ര പേർക്ക് അറിയാം ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്താണ് ബിസിനസ് വളരുന്നത് എന്നുള്ളത്? ഫേസ്ബുക്ക് പരസ്യത്തെ കുറിച്ച് അറിയുന്നവരൊന്ന് യെസ് ഐ എന്ന് പറയൂ. പരസ്യം, ആഡ് എന്നിട്ടാ മതി. ഫേസ്ബുക്ക് പരസ്യത്തെ കുറിച്ച് അറിയുന്നവര്, കോൺഫിഡൻസ് ഇല്ലാത്തവര്, കോൺഫിഡൻസ് ഇല്ല. ബിന്ധ്യ, യെസ്. ആഡിനെ കുറിച്ച് അറിയാം. AD എന്നറിയോ? എഴുതുവോ? ആഡിനെ കുറിച്ച് അറിയുന്നവര് AD, അതായത് ഒരു തവണയെങ്കിലൊക്കെ ഒരു ബൂസ്റ്റ് പോസ്റ്റ് ഒക്കെ ചെയ്ത് പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? ബിനിത, ബിന്ധ്യ, ഒന്ന് പറയൂ, എന്താണ് അനുഭവം, എന്താണ് എക്സ്പീരിയൻസ്? മൈക്ക് ഓൺ ചെയ്ത് പറയൂ. ബിന്ധ്യ അല്ലേ പറഞ്ഞത്? ആഡ് അറിയാമെന്ന് പറഞ്ഞത് ആരാണ്? മാഡം. ആ അയ്യോ, ഭവാനി മാഡം പറയരുത്. ഭവാനി മാഡം ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ഞാൻ സ്റ്റുഡന്റ് അല്ലാത്തവരോടാണ് ചോദിക്കുന്നത്. ഓക്കെ, ബിന്ധ്യ പോലെ. ബിന്ധ്യ, പിന്നെ ആരൊക്കെയുണ്ട്? ഹലോ, ബിന്ധ്യ പറയോ. ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ഫോളോവേഴ്സ് കൂടും, പക്ഷെ ആ ഒരു വലിയൊരു ഗ്രോത്ത് ഒന്നും കാണാറില്ല. ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോളോവേഴ്സ് കൂടാനുള്ള ഇൻസ്റ്റയിൽ ജസ്റ്റ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്, ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടി കഴിഞ്ഞിട്ട് സെയിലിനുള്ള പോസ്റ്റ് ഇടാന്നുള്ളതായിരുന്നു ഞാൻ ചെയ്യാൻ നോക്കിയിരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ആഡ് ചെയ്താലും അത്രയൊരു വലിയൊരു റീച്ച് ഒന്നും കാണാറില്ല. ഓക്കെ, അപ്പൊ ആരാ പറഞ്ഞ ഫോളോവേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ ബിസിനസ് വരും? ഫോളോവേഴ്സ് കൂടി ഒത്തിരി പേരോട് റീച്ച് ചെയ്യും, അതോ ആ ഒരു പ്രതീക്ഷയായിരുന്നു. അത് വേറൊരു എന്താ പറയാ, ഒരു മിത്ത് ആണ്. ഫോളോവേഴ്സ് കൂടിക്കഴിഞ്ഞാൽ ബിസിനസ് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ബിസിനസ് ആ എഫേർട്ട്, ആ ഫോളോവേഴ്സ് കൂട്ടാനുള്ളതിന്റെ 1/4 എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടും. ഓക്കെ, പലരുടെയും ധാരണ ഫോളോവേഴ്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊരു 10 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 100 കസ്റ്റമേഴ്സ് വരും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറയാം. പക്ഷെ നമ്മൾ ആ 10 മില്യൺ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ വേണ്ട ഒരു 1000 ഫോളോവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുക്കണം? അത് ഒരു നല്ലൊരു സ്ട്രാറ്റജി അല്ല. പ്രത്യേകിച്ച് ഫുഡ് ബിസിനസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ഫോളോവേഴ്സ് ആർക്കാണ് ആവശ്യം? നമ്മൾ ഫോളോവേഴ്സ് എന്നുള്ള ആ ടേം കേട്ടത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഫോളോവേഴ്സ് ആർക്കാണ് ആവശ്യം ശരിക്കും? ഇൻഫ്ലുവൻസേഴ്സിനാണ്. ഇൻഫ്ലുവൻസേഴ്സിന്റെ വ്യത്യാസം മനസ്സിലായോ? അവർക്ക് ഫേസ്ബുക്ക് പൈസ കൊടുക്കും, അല്ലെങ്കിൽ യൂട്യൂബ് പൈസ കൊടുക്കും. അതാണ് അവർക്ക് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര വ്യൂസ് കൂടും, അപ്പോൾ പൈസ കിട്ടും. പക്ഷെ നമുക്ക് ഫോളോവേഴ്സ് അല്ല പൈസ തരുന്നത്. നമ്മൾ എന്താ, നമുക്ക് ശരിക്കും കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം. നമ്മളുടെ പോസ്റ്റ് ഒരു 10,000 ആൾക്കാർ കണ്ടു സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നമുക്ക് പൈസ തരും. അത് ഓക്കെ, ആ കേസിൽ മാത്രമേ ഫോളോവേഴ്സിനെ കൂട്ടേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് പക്ഷെ അതല്ലല്ലോ ആവശ്യം. നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് ആള് കണ്ട് വാങ്ങണം. ഓക്കെ, അത് നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ കസ്റ്റമർ ആവാനുള്ള ആൾക്കാരാണോ എന്നുള്ളതാണ് അവിടെ പ്രശ്നം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾക്കാണെങ്കിൽ എല്ലാ ഫോളോവേഴ്സും കസ്റ്റമേഴ്സ് ആവാം, പക്ഷെ എന്തുകൊണ്ടാണ് അവർ വാങ്ങാത്തത്? എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും എല്ലാ ഫുഡ് ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ സമയത്തും ആവശ്യമില്ല. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ഒരു പരസ്യം ഇടുമ്പോൾ എന്ത് ചെയ്യുന്നു? ആവശ്യമുള്ള ആളുകൾക്ക്, ഇന്ന് അത് ആവശ്യമുള്ള ആളുകൾക്കാണ് നമ്മളത് കൊടുക്കുന്നത്. നമ്മളല്ല കൊടുക്കുന്നത്, ഫേസ്ബുക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായോ വ്യത്യാസം?
ഇപ്പൊ ജെയ്സ് ഡയറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലില് ഭവാനി മാഡം ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ആണ് മാഡത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേണ്ട കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. അതിനപ്പുറം നമ്മൾ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ഫോളോവേഴ്സിന് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലല്ലേ അവർ വാങ്ങുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പരസ്യം ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ഫുഡ് അന്ന് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ടെക്നോളജിയുടെ പവർ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇപ്പൊ ഈ വെബിനാറിൽ ഇരിക്കുന്ന എല്ലാവരും സ്ത്രീ സംരംഭകരാണ്. ഫുഡ് ബിസിനസ് ചെയ്യുന്നവരും അധികമുണ്ട്. കാരണം ഞാൻ ആ ഫുഡ് ബിസിനസിന്റെ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ഇപ്പൊ വെബിനാറിൽ ഞാൻ കുറെ ആൾക്കാരെ ഫോളോവേഴ്സിനെ ഞാൻ മെസ്സേജ് ഇട്ടു, എല്ലാവരും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോളോവേഴ്സ് ഇപ്പൊ എല്ലാവരും ഫുഡ് ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എല്ലാവരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഗുണമില്ലല്ലോ. പക്ഷെ എനിക്ക് കിട്ടിയ 120 രജിസ്ട്രേഷനിൽ ഒരാൾ പോലും വെറുതെ ഉള്ള ഒരാളല്ല, എല്ലാവരും ഇതിൽ താല്പര്യമുള്ള ആൾക്കാരാണ്. മനസ്സിലായോ വ്യത്യാസം? അപ്പൊ നമ്മൾ പരസ്യം കൊടുക്കുന്നത് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനാവരുത്, നമ്മൾ പരസ്യം കൊടുക്കുന്നത് റിയൽ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനുള്ളതാണ്. പരസ്യത്തിൽ അങ്ങനെ നമ്മൾ ബുദ്ധിപരമായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ചെയ്യാത്തവർക്ക് ഇതൊക്കെ എന്തോ വേറൊരു ഭാഷ പോലെ തോന്നാം അല്ലെ? ജാപ്പനീസ് പറയാണോ മാഡം, അതോ വേറെ എന്തെങ്കിലും ഭാഷയാണോ പറയുന്നത്? ഫോളോവേഴ്സ്, മെറ്റ ആഡ്സ് അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, ഒന്നും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങാൻ റെഡി ആവുക, അത് മാത്രം. ഇപ്പൊ നിങ്ങൾ ഈ സൂമിൽ ഇരിക്കുന്നുണ്ടല്ലോ, പലർക്കും ഈ സൂം എന്താണെന്നുള്ളത് ഒരു 5 കൊല്ലം മുമ്പ് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. കറക്റ്റ് അല്ലേ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യൂ. സൂം എന്നുള്ളത് കേട്ടത് എപ്പോഴായിരിക്കും? ഇപ്പൊ നിങ്ങൾ സൂം മീറ്റിംഗ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സ്മാർട്ട് ഫോണിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വാട്സപ്പിനെ കുറിച്ചിട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്ന ആരെങ്കിലും വിചാരിച്ചു? നമ്മുടെ സ്കൂളിൽ ഇത് വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പഠിച്ചു. അപ്പൊ അത് പഠിച്ച ആൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ടെക്നോളജി പേടി എന്നുള്ളത് നമ്മൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് മുതൽ കൊച്ചേച്ചി ഫാമിലിയിലെ മെമ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. അതായത് സപ്പോർട്ട് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിടില്ല. അതാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ടെക്നോളജി ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം, സംസാരിക്കാം, അതിന് സൊല്യൂഷൻ കണ്ടെത്താം. ഓക്കെ, വെറുതെ ഒരു ഗ്രൂപ്പിൽ മെമ്പറായി ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിവ് കിട്ടും, സംസാരിക്കാൻ, ഷെയർ ചെയ്യാം. എന്താ പറയുക, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ടെക്നോളജിയുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് എന്തെങ്കിലും സ്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഫേസ്ബുക്കിൽ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ യാതൊന്നും പേടിക്കണ്ട. ഞാൻ പറയട്ടെ, ഈ ലോകത്ത് പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ട്, ഫേസ്ബുക്കിൽ മാത്രമല്ല. അപ്പൊ കുട്ടികൾ പലരും എന്നോട് പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പലരും പറയും കുട്ടികൾ എന്നോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അമ്മ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഫേസ്ബുക്കിൽ മാത്രമല്ല പ്രശ്നം, നിങ്ങൾ ഗൂഗിൾ പേ യൂസ് ചെയ്യണമെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ടാവും, വാട്സപ്പിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ വരും. നമ്മൾ അത് വിചാരിച്ച് നമ്മൾ റോഡിൽ ഇറങ്ങാതിരിക്കുന്നില്ല. അപ്പൊ ഇത് ഇന്നത്തെ കാലത്തെ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. അത് പേടിച്ച് മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്താ പറയില്ല, ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് അറിയപ്പെടും. ഓക്കെ, അതിനേക്കാൾ നല്ലത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ എന്ത് വേണം? നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ആക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണ വേണം. ഓക്കെ,